ശാന്തി 17/8/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 16/11/2006 മധുബൻ. തൻ്റെ സ്വമാനത്തിൻ്റെ അന്തസ്സിലിരിക്കൂ. സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് എവർ റെഡിയാകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള തൻ്റെ പരമാത്മാ സ്നേഹത്തിന് പാത്രമായ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും സീറ്റിൽ സെറ്റാണ്. എന്നാൽ ചില കുട്ടികൾ ഏകാഗ്രസ്ഥിതിയിൽ സെറ്റാണ്. ചില കുട്ടികൾ സങ്കല്പത്തിൽ അല്പാൽപ്പം അപ്സെറ്റാണ്. ബാബ്ദാദ വർത്തമാന സമയമനുസരിച്ച് ഓരോ കുട്ടിയുടെയും ഏകാഗ്രതയുടെ രൂപത്തിൽ സ്വമാനധാരി സ്വരൂപത്തിൽ സദാ കാണുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കുട്ടികളും ഏകാഗ്രതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സ്വമാനം അറിയുന്നുമുണ്ട്, ചിന്തിക്കുന്നുമുണ്ട്. എന്നാൽ ഏകാഗ്രതയെ ചഞ്ചലതയിലേക്ക് കൊണ്ടുവരുന്നു. സദാ ഏകരസസ്ഥിതി നിലനിൽക്കുന്നത് കുറവാണ്. അനുഭവം ഉണ്ടാകുന്നു. ഈ സ്ഥിതി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണമെന്താണ്? സദാ അറ്റൻഷൻ്റെ കുറവ്. അഥവാ സ്വമാനത്തിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്ര വലുതാണ്? ഏറ്റവും ആദ്യത്തെ സ്വമാനമാണ്. ഏതൊരു പിതാവിനെയാണോ ഓർമ്മിച്ചു കൊണ്ടിരുന്നത് ആ ഒന്നിൻ്റെ ഡയറക്റ്റ് കുട്ടികൾ ആയിരിക്കുകയാണ്. നമ്പർ 1 സന്താനമാണ്. ബാബ്ദാദ കോടികളിൽ നിന്നും ചില കുട്ടികളായ താങ്കളെ എവിടെ നിന്നെല്ലാമാണ് തിരഞ്ഞെടുത്ത് തൻ്റേതാക്കി മാറ്റിയത്? 5 ഖണ്ഡങ്ങളിൽ നിന്നും ബാബ ഡയറക്റ്റായി തൻ്റെ കുട്ടികളെ തൻ്റേതാക്കി മാറ്റി. എത്ര വലിയ സ്വമാനമാണ്! സൃഷ്ടിയുടെ രചയിതാവിൻ്റെ ആദ്യത്തെ രചന താങ്കളാണ്. ഈ സ്വമാനം അറിയുന്നുണ്ടോ? ബാബ്ദാദ തന്നോടൊപ്പം തന്നെ കുട്ടികളായ നിങ്ങളെ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെ പൂർവികരാക്കി. വിശ്വത്തിൻ്റെ പൂർവികരാണ്, പൂജ്യരാണ്. ബാബ്ദാദ ഓരോ കുട്ടിയെയും വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയും ഉദാഹരണമൂർത്തിയും ആക്കി. ലഹരിയുണ്ടോ? ഇടയ്ക്ക് അല്പാൽപ്പം കുറഞ്ഞു പോകുന്നു. ചിന്തിക്കൂ. മുഴുവൻ കൽപ്പത്തിലും ആർക്കും പ്രാപ്തമാകാത്ത ഏറ്റവും അമൂല്യമായ സിംഹാസനം, ആ പരമാത്മാ സിംഹാസനവും ലൈറ്റിൻ്റെ കിരീടവും സ്മൃതിയുടെ തിലകവും നൽകി. സ്മൃതി വരുന്നുണ്ടല്ലോ. ഞാൻ ആരാണ്? എൻ്റെ സ്വമാനം എന്താണ്? ലഹരി കയറുകയാണല്ലോ. മുഴുവൻ കൽപ്പത്തിലും എത്ര തന്നെ അമൂല്യമായ സത്യയുഗി സിംഹാസനമായാലും പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനം കുട്ടികളായ നിങ്ങൾക്ക് മാത്രമാണ് പ്രാപ്തമാകുന്നത്. ബാബ്ദാദ സദാ ലാസ്റ്റ് നമ്പറിലുള്ള കുട്ടികളെ പോലും ഫരിസ്താസോ ദേവതാ സ്വരൂപത്തിലാണ് നോക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്ത, ഫരിസ്തയിൽ നിന്നും ദേവത ആവുക തന്നെ വേണം. തൻ്റെ സ്വമാനത്തെ അറിയുന്നുണ്ടോ? കാരണം ബാബ്ദാദ അറിയുന്നുണ്ട്. സ്വമാനത്തെ മറക്കുന്നത് കാരണം തന്നെയാണ് ദേഹബോധവും ദേഹാഭിമാനവും വരുന്നത്. അസ്വസ്ഥവുമാകുന്നു. ദേഹാഭിമാനത്തിലും ദേഹബോധത്തിലും വരുന്നത് ബാബ്ദാദ കാണുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നു. എല്ലാവരും അനുഭവിയാണല്ലോ. സ്വമാനത്തിൻ്റെ അന്തസ്സിലിരിക്കുന്നതും ഈ അന്തസ്സിൽ നിന്നും ഉപരിയായി അസ്വസ്ഥമായിരിക്കുന്നതും രണ്ടും അറിയുന്നുണ്ട്. ബാബ്ദാദ കാണുന്നുണ്ട്. എല്ലാ കുട്ടികളും മെജോറിറ്റിയും നോളജ്ഫുൾ നല്ല രീതിയിൽ ആയി കഴിഞ്ഞു. എന്നാൽ പവറിൽ ഫുൾ അഥവാ പവർഫുൾ അല്ല, പേഴ്സൻറ്റേജിലാണ്. ബാബ്ദാദ ഓരോ കുട്ടിയെയും തൻ്റെ സർവ ഖജനാവുകളുടെയും ബാലകനും അധികാരിയും ആക്കി മാറ്റി. എല്ലാവർക്കും സർവ ഖജനാവുകളും നൽകി.
കുറവോ കൂടുതലോ നൽകിയില്ല. കാരണം എണ്ണമറ്റ ഖജനാവുണ്ട്, പരിധിയില്ലാത്ത ഖജനാവാണ്. അതിനാൽ ഓരോ കുട്ടിയെയും പരിധിയില്ലാത്ത ബാലകനും അധികാരിയും ആക്കിയിരിക്കുകയാണ്. പരിധിയില്ലാത്ത പിതാവാണ്, പരിധിയില്ലാത്ത ഖജനാവുകളാണ്. അതിനാൽ ഇപ്പോൾ സ്വയം ചെക്ക് ചെയ്യൂ. താങ്കളുടെ അടുക്കലും പരിധിയില്ലാത്തതുണ്ടോ? സദാ ഉണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്ക് അല്പം മോഷണം നടക്കുന്നുണ്ടോ? അപ്രത്യക്ഷമാകുന്നുണ്ടോ? ബാബ എന്തുകൊണ്ടാണ് അറ്റൻഷൻ വരുത്തുന്നത്? അസ്വസ്ഥർ ആകരുത്. സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കൂ. അപ്സെറ്റ് ആകരുത്. 63 ജന്മം അപ്സെറ്റിൻ്റെ അനുഭവം ചെയ്തുവല്ലോ. ഇപ്പോൾ ഇനിയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്ഷീണിച്ചു പോയില്ലേ? ഇപ്പോൾ സ്വമാനത്തിൽ ഇരിക്കണം. അതായത് തൻ്റെ ഉയർന്നതിലും ഉയർന്ന അന്തസ്സിൽ ഇരിക്കണം. എന്തുകൊണ്ട്? എത്ര സമയം കടന്നുപോയി? 70 വർഷം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ സ്വയം തൻ്റെ തിരിച്ചറിവ്, എന്നാൽ സ്വമാനത്തിൻ്റെ തിരിച്ചറിവ്, സ്വമാനത്തിൽ സ്ഥിതി ചെയ്യണം. സമയമനുസരിച്ച് ഇപ്പോൾ സദാ എന്ന വാക്കിനെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. വാക്കിനെ അണ്ടർലൈൻ ചെയ്താൽ പോരാ, എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിൽ അണ്ടർലൈൻ ചെയ്യൂ. സ്ഥിതി ചെയ്യണം, സ്ഥിതി ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാം എന്നത് പരിധിയില്ലാത്ത ബാലകൻ്റെയും അധികാരിയുടെയും വാക്കുകളല്ല. ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഈ അനാഹത ശബ്ദം വരണം. നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു, നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് പരിധിയില്ലാത്ത ഖജനാവുകളുടെ, പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികൾക്ക് പറയാൻ സാധിക്കില്ല. നേടിക്കഴിഞ്ഞു. ബാബ്ദാദയെ നേടി എന്നിരിക്കെ എൻ്റെ ബാബ എന്ന് പറയൂ. അംഗീകരിച്ചു, അറിയുകയും ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ നേടിക്കഴിഞ്ഞു എന്ന ഈ അനാഹത ശബ്ദം, കാരണം ബാബ്ദാദയ്ക്ക് അറിയാം കുട്ടികൾ സ്വമാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആയതു കാരണം സമയത്തിൻ്റെ മഹത്വത്തെയും സ്മൃതിയിൽ വയ്ക്കുന്നത് കുറവാണ്. ഒന്നാണ് സ്വയം തൻ്റെ സ്വമാനം, രണ്ടാമത്തേതാണ് സമയത്തിൻ്റെ മഹത്വം. താങ്കൾ സാധാരണമല്ല, പൂർവികരാണ്. വിശ്വത്തിലെ ആത്മാക്കളുടെ ആധാരം നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നിലുണ്ട്. ചിന്തിക്കൂ. അഥവാ താങ്കൾ ചഞ്ചലതയിൽ വരികയാണെങ്കിൽ വിശ്വത്തിലെ ആത്മാക്കളുടെ അവസ്ഥ എന്താകും? ആരാണോ മഹാരഥി എന്ന് വിളിക്കപ്പെടുന്നത്, അവരുടെ പിന്നിൽ തന്നെയാണ് വിശ്വത്തിൻ്റെ ആധാരമുള്ളത് എന്ന് മനസ്സിലാക്കരുത്. അഥവാ പുതിയവർ ആയിരുന്നാൽ പോലും. കാരണം ഇന്ന് പുതിയവരും ധാരാളം വന്നിട്ടുണ്ടാകും. ആദ്യത്തെ തവണ വന്നിട്ടുള്ളവർ കൈ ഉയർത്തി. പുതിയവരാണ്. അവർ ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് അംഗീകരിച്ചുവോ? പുതിയതായി വന്നവർ ആരെല്ലാമാണോ അവർ അംഗീകരിക്കുന്നുണ്ടോ? അറിയുന്നവരല്ല, എൻ്റെ ബാബ എന്ന് അംഗീകരിക്കുന്നവർ കൈ ഉയർത്തു, നീട്ടി ഉയർത്തു. പുതിയവർ കൈ ഉയർത്തുകയാണ്. പഴയവർ ഉറച്ചവർ തന്നെയാണ്. അവർ ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് അംഗീകരിച്ചു. ബാബയും എൻ്റെ കുട്ടി എന്ന് അംഗീകരിച്ചു. അവരേവരും ഉത്തരവാദിത്വമുള്ളവരാണ്. എന്തുകൊണ്ട്? എപ്പോൾ മുതലാണോ ഞാൻ ബ്രഹ്മകുമാറാണ്, ബ്രഹ്മകുമാരിയാണ് എന്ന് താങ്കൾ പറയുന്നത്, ബ്രഹ്മകുമാറും കുമാരിയുമാണോ? അതോ ശിവകുമാറും ശിവകുമാരിയുമാണോ? അതോ രണ്ടുമാണോ? എങ്കിൽ പിന്നെ ബന്ധിക്കപ്പെട്ടു. ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം വയ്ക്കപ്പെട്ടുവല്ലോ. പാണ്ഡവർ പറയൂ, ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം വയ്ക്കപ്പെട്ടുവോ? ഭാരിച്ചതായി തോന്നുന്നില്ലല്ലോ. ഭാരരഹിതമാണല്ലോ. ലൈറ്റിൻ്റേത് തന്നെയാണ്. അപ്പോൾ ലൈറ്റ് എത്ര ഭാരരഹിതമായിരിക്കും? അപ്പോൾ സമയത്തിൻ്റെയും മഹത്വം അറ്റൻഷനിൽ വയ്ക്കൂ. സമയത്തിന് വരേണ്ടത് ചോദിച്ചിട്ടല്ല. പല കുട്ടികളും ഇപ്പോഴും പറയുന്നു,
അല്പം ഒരു ഏകദേശം കണക്ക് അറിയേണ്ടതാവശ്യമാണ്. ചിന്തിക്കുന്നു. 20 വർഷമുണ്ടോ 10 വർഷമുണ്ടോ, ഒരല്പം അറിയണം. പക്ഷേ ബാബ്ദാദ പറയുന്നു, ഫൈനൽ വിനാശത്തിൻ്റെ സമയം വിട്ടേക്കൂ. താങ്കൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ വിനാശത്തെക്കുറിച്ച് അറിയാമോ? ഇന്ന തീയതിക്ക് ഞാൻ ശരീരം ഉപേക്ഷിക്കും എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? ഈയിടെയാണെങ്കിൽ ബ്രാഹ്മണർ പോകുന്നതിൻ്റെ, അതായത് ദേഹം ഉപേക്ഷിക്കുന്നതിൻ്റെ ഭോഗ് വളരെയധികം വയ്ക്കുന്നു. ഒരു ഉറപ്പുമില്ല. അതിനാൽ സമയത്തിൻ്റെ മഹത്വത്തെ അറിയൂ. ഈ ചെറിയൊരു യുഗം ആയുസ്സിൽ ചെറുതാണ്, എന്നാൽ വലുതിലും വലിയ പ്രാപ്തിയുടെ യുഗമാണ്. കാരണം വലുതിലും വലിയ ബാബ ഈ ചെറിയൊരു യുഗത്തിൽ തന്നെയാണ് വരുന്നത്. മറ്റ് വലിയ യുഗങ്ങളിൽ വരുന്നില്ല. ഇത് ചെറിയൊരു യുഗമാണ്. ഇതിൽ മുഴുവൻ കൽപ്പത്തേക്കുമുള്ള പ്രാപ്തിയുടെ വിത്ത് വിതയ്ക്കാനുള്ള സമയമാണ്. വിശ്വത്തിൻ്റെ രാജ്യം പ്രാപ്തമാക്കുകയാണെങ്കിലും പൂജ്യരാവുകയാണെങ്കിലും മുഴുവൻ കൽപ്പത്തിലേക്കുമുള്ള വിത്ത് വിതയ്ക്കുന്നതിൻ്റെ സമയം ഇതാണ്. ഡബിൾ ഫലം പ്രാപ്തമാക്കുന്നതിൻ്റെ സമയമാണ്. ഭക്തിയുടെ ഫലവും ഇപ്പോൾ ലഭിക്കുന്നു, പ്രത്യക്ഷ ഫലവും ഇപ്പോൾ ലഭിക്കുന്നു. ഇപ്പോൾ ചെയ്തു, ഇപ്പോൾ തന്നെ പ്രത്യക്ഷ ഫലം ലഭിക്കുന്നു. ഭാവിയും ഉണ്ടാകുന്നു. മുഴുവൻ കൽപ്പത്തിലും നോക്കൂ, ഇങ്ങനെയുള്ള ഏതെങ്കിലും യുഗമുണ്ടോ? കാരണം ഈ സമയത്ത് തന്നെയാണ് ബാബ ഓരോ കുട്ടിയുടെയും ഉള്ളം കൈയിൽ വലുതിലും വലിയ സമ്മാനം നൽകിയത്. തൻ്റെ സമ്മാനം ഓർമ്മയുണ്ടോ? സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം, പുതിയ ലോകത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഗിഫ്റ്റ് ഓരോ കുട്ടിയുടെയും ഉള്ളം കൈയിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയ ഗിഫ്റ്റ് ആരും നൽകിയിട്ടില്ല, ഒരിക്കലും നൽകുവാനും സാധിക്കില്ല. ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഇപ്പോൾ താങ്കൾ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. മറ്റൊരു യുഗത്തിലും മാസ്റ്റർ സർവശക്തിവാന്റെ പദവി ലഭിക്കുന്നില്ല. അപ്പോൾ സ്വയം തൻ്റെ സ്വമാനത്തിലും ഏകാഗ്രമായിരിക്കൂ. സമയത്തിൻ്റെ മഹത്വത്തെയും അറിയൂ. സ്വയവും സമയവും. സ്വയം തൻ്റെ സ്വമാനമുണ്ട്, സമയത്തിൻ്റെ മഹത്വമുണ്ട്. അലക്ഷ്യരാകരുത്. 70 വർഷം കടന്നുപോയി. ഇപ്പോൾ അഥവാ അലക്ഷ്യരാവുകയാണെങ്കിൽ തൻ്റെ പ്രാപ്തിയെ വളരെയധികം കുറയ്ക്കും. കാരണം എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രയും ഒരു അലക്ഷ്യം വരുന്നു. വളരെ നല്ലതാണ്, വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിച്ചേരും, പിന്നിൽ അവശേഷിക്കുകയില്ല എന്നത് നോക്കണം, നടന്നുകൊള്ളും. ഈ അലക്ഷ്യവും രണ്ടാമതായി റോയൽ ആലസ്യവും വരുന്നു. അലക്ഷ്യവും ആലസ്യവും. എപ്പോൾ എന്ന വാക്കാണ് ആലസ്യം, ഇപ്പോൾ എന്ന വാക്കാണ് ക്ഷിപ്രദാനം, മഹാപുണ്യം. ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ടേൺ ആണല്ലോ. അപ്പോൾ ബാബ്ദാദ അറ്റൻഷൻ വരുത്തുകയാണ്. ഈ സീസണിൽ സോമാനത്തിൽ നിന്നും ഇറങ്ങരുത്. സമയത്തിൻ്റെ മഹത്വത്തെ മറക്കരുത്. അലേർട്ട്, സമർത്ഥർ, ജാഗ്രതയുള്ളവർ, പ്രിയപ്പെട്ടവരാണല്ലോ. ആരോട് സ്നേഹമുണ്ടോ അവരുടെ അല്പം പോലും കുറവോ ദൗർബല്യമോ കാണുവാനാകില്ല. കേൾപ്പിച്ചുവല്ലോ ബാബ്ദാദയ്ക്ക്. ലാസ്റ്റ് കുട്ടി ആയാൽ പോലും അതിനോടും അതേ സ്നേഹമാണ്. കുട്ടിയാണല്ലോ. അതിനാൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ ഇന്ത്യക്കാരുടേതാണെങ്കിലും ഡബിൾ വിദേശികളും കുറവല്ല. ബാബ്ദാദ കണ്ടു. ഡബിൾ വിദേശികളില്ലാത്ത ഒരു ടേണും ഉണ്ടായിരിക്കുന്നില്ല. ഇത് അവരുടെ അതിശയമാണ്. ഇപ്പോൾ ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. നോക്കൂ എത്ര പേരാണുള്ളത്. സ്പെഷ്യൽ സീസൺ കഴിഞ്ഞു, എന്നിട്ടും നോക്കൂ എത്ര പേരാണുള്ളത്. ആശംസകൾ. വന്നത് നന്നായി. വളരെ വളരെയധികം ആശംസകൾ. അപ്പോൾ കേട്ടുവോ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
ഈ സീസണിൽ എന്തെല്ലാം ചെയ്യണം, ആ ഹോംവർക്ക് നൽകി. സ്വയം തന്നെ റിയലൈസ് ചെയ്യൂ, സ്വയം ചെയ്യൂ, മറ്റുള്ളവരെ അല്ല. റിയൽ ഗോൾഡ് ആകൂ. കാരണം ബാബ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, ആരാണോ എൻ്റെ ബാബ എന്ന് പറഞ്ഞത് അവർ കൂടെ പോകണം. വിവാഹ ഘോഷയാത്രയായി പോകരുത്. ബാബ്ദാദയോടൊപ്പം ശ്രീമത്തിൻ്റെ കൈ പിടിച്ച് കൂടെ പോകണം. പിന്നെ ബ്രഹ്മ ബാബയോടൊപ്പം ആദ്യം രാജ്യത്തിൽ വരണം. രസമുണ്ടായിരിക്കുന്നത് ആദ്യം പുതിയ വീട്ടിലായിരിക്കുമല്ലോ. 1 മാസത്തിന് ശേഷമായാലും 1 മാസം പഴക്കമുള്ളത് എന്നാണ് പറയുന്നത്. പുതിയ വീട്, പുതിയ ലോകം, പുതിയ പെരുമാറ്റം, പുതിയ ആചാരരീതികൾ. ബ്രഹ്മ ബാബയുടെ കൂടെ രാജ്യത്തിൽ വരികയും വേണം. എല്ലാവരും പറയുന്നുണ്ടല്ലോ, ബ്രഹ്മ ബാബയോട് നമുക്ക് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളം എന്തായിരിക്കും? കൂടെയിരിക്കണം, കൂടെ പോകണം, കൂടെ വരണം. ഇതാണ് സ്നേഹത്തിൻ്റെ തെളിവ്. ഇഷ്ടമാണോ? കൂടെയിരിക്കുന്നത്, കൂടെ നടക്കുന്നത്, കൂടെ വരുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അപ്പോൾ ഏത് വസ്തു ഇഷ്ടമാണോ അതിനെ ഉപേക്ഷിക്കാറില്ല. അപ്പോൾ ബാബയ്ക്ക് ഓരോ കുട്ടിയോടുമുള്ള പ്രീതിയുടെ രീതി ഇതാണ്: കൂടെ പോകണം, പിന്നാലെ അല്ല. അഥവാ ഒരൽപ്പം അവശേഷിച്ചാൽ, പിന്നിലായി പോയാൽ ധർമ്മരാജൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരും. കയ്യിൽ കൈ ഉണ്ടായിരിക്കില്ല, പിന്നാലെ വരും. രസം ഏതിലാണ്? കൂടെ ഉണ്ടായിരിക്കുന്നതിലാണല്ലോ. അപ്പോൾ കൂടെ പോകണം എന്നത് ഉറച്ച വാഗ്ദാനമാണല്ലോ. അതോ പിന്നാലെ വരണമോ? നോക്കൂ, കൈ വളരെ നന്നായി ഉയർത്തുന്നു. കൈ കണ്ട് ബാബ്ദാദ സന്തോഷിക്കുന്നു. എന്നാൽ ശ്രീമത്തിൻ്റെ കൈ ഉയർത്തണം. ശിവ് ബാബയ്ക്ക് കൈ ഉണ്ടായിരിക്കില്ല. ബ്രഹ്മ ബാബയ്ക്ക് ആത്മാവിനും കൈ ഉണ്ടായിരിക്കുകയില്ല. താങ്കൾക്കും ഈ സ്ഥൂല കൈ ഉണ്ടായിരിക്കില്ല. ശ്രീമത്തിൻ്റെ കൈ പിടിച്ച് കൂടെ പോകണം. പോകുമല്ലോ. തലകുലുക്കൂ. ശരി, കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഒരു കുട്ടി പോലും പിന്നിൽ അവശേഷിക്കരുത്. എല്ലാവരും കൂടെ പോകണം. എവർ റെഡി ആയിരിക്കേണ്ടി വരും. ശരി. ഇപ്പോൾ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ രജിസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കും. വാഗ്ദാനം ചെയ്തുവോ, പാലിച്ചുവോ, അതായത് നേട്ടം എടുത്തുവോ? കേവലം വാഗ്ദാനം ചെയ്താൽ പോരാ, നേട്ടം എടുക്കണം. ശരി. ഇപ്പോൾ എല്ലാവരും ദൃഢസങ്കല്പം ചെയ്യണം. ദൃഢസങ്കല്പത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഇരിക്കൂ. ചെയ്യുക തന്നെ വേണം, പോവുക തന്നെ വേണം, കൂടെ പോകണം. ഇപ്പോൾ ഈ ദൃഢസങ്കല്പം സ്വയം തന്നോട് ചെയ്യൂ. ഈ സ്ഥിതിയിലിരിക്കൂ. ചെയ്യാം എന്ന് പറയരുത്, ചെയ്യുക തന്നെ വേണം. ശരി. എല്ലാ ഭാഗത്തുമുള്ള ഡബിൾ സേവാധാരികളായ കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള സദാ ഏകാഗ്രമായി സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്ന ബാബ്ദാദയുടെ മസ്തകമണികൾക്ക് 4 ഭാഗത്തുമുള്ള സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ തെളിവ് നൽകുന്ന സൽപുത്രരായ കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ചിറകുകളാൽ സദാ പറക്കുകയും പറപ്പിക്കുകയും ചെയ്യുന്ന ഡബിൾ ലൈറ്റ് ഫരിഷ്തകളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിമാരോട് എല്ലാവരും കൂട്ട് നൽകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് ഈ സന്തോഷമുണ്ട്. ഓരോരുത്തരും തൻ്റെ വിശേഷതയുടെ വിരൽ നൽകുകയാണ് ദാദിജിയോട്. എല്ലാവർക്കും ആദ്യ രത്നത്തെ കണ്ട് സന്തോഷം ഉണ്ടാകുന്നുവല്ലോ. ആദ്യം മുതൽ സേവനത്തിൽ തൻ്റെ എല്ലുകൾ വിനിയോഗിച്ചു. കഠിനാധ്വാനം ചെയ്ത് സേവനം ചെയ്തു. വളരെ നല്ലത്. നോക്കൂ, എന്ത് സംഭവിച്ചാലും ഒരു കാര്യം നോക്കൂ. ബെഡിൽ ആയിരുന്നാലും എവിടെയായിരുന്നാലും
ബാബയെ മറന്നില്ല. ബാബ ഹൃദയത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണല്ലോ, നോക്കൂ, എത്ര നന്നായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആയുസ് വലുതാണ്. ധർമ്മരാജപുരിയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് പോകണം. ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. ധർമ്മരാജനും ശിരസ് കുനിക്കേണ്ടി വരും. സ്വാഗതം ചെയ്യേണ്ടി വരുമല്ലോ, ടാറ്റ പറയേണ്ടി വരും. അതിനാൽ ഇവിടെ കുറച്ചൊക്കെ ബാബയുടെ ഓർമ്മയിൽ കണക്കുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കഷ്ടതയില്ല. രോഗമുണ്ടെങ്കിലും ദുഃഖത്തിൻ്റെ അംശം പോലുമില്ല. പരദാദിയോട് ഈ ഒന്ന് വളരെയധികം പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ദൃഷ്ടി നൽകൂ. ശരി. വരദാനം: ബഹിർമുഖ കൗശലങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും സത്യമായ ഇടപാടുകാരുമായി ഭവിക്കട്ടെ. ബാബ്ദാദയ്ക്ക് ലോകത്തിൻ്റെ ബഹിർമുഖ കൗശലം ഇഷ്ടമല്ല. നിഷ്കളങ്കരുടെ ഭഗവാൻ എന്ന് പറയാറുണ്ട്. സമർത്ഥനായവന് നിഷ്കളങ്കരായ കുട്ടികൾ തന്നെയാണ് പ്രിയം. പരമാത്മാവിൻ്റെ ഡയറക്ടറിയിൽ നിഷ്കളങ്കരായ കുട്ടികൾ തന്നെയാണ് വിശേഷ VIP. ആരിലാണോ ലോകത്തുള്ളവരുടെ കണ്ണ് പോകാത്തത്, അവർ ബാബയുമായി കരാറുണ്ടാക്കി പരമാത്മാവിൻ്റെ നയനങ്ങളുടെ നക്ഷത്രമായി മാറി. നിഷ്കളങ്കരായ കുട്ടികൾ തന്നെയാണ് ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുന്നത്. ഈ ഒരു സെക്കൻഡിലെ ഒരു വാക്കിലൂടെ എണ്ണമറ്റ ഖജനാവുകളുടെ ഇടപാട് നടത്തുന്ന സത്യമായ ഇടപാടുകാരായി മാറി. സ്ലോഗൻ: സർവരുടെയും സ്നേഹം പ്രാപ്തമാക്കണമെങ്കിൽ വായിലൂടെ സദാ മധുരമായ വാക്ക് പറയൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ആരാണോ സദാ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീൻ, അതായത് അലിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആത്മാക്കളുടെ നയനങ്ങളിലും വായിലൂടെയുള്ള ഓരോ വാക്കിലും ബാബ അലിഞ്ഞിരിക്കുന്നത് കാരണം ശക്തി സ്വരൂപത്തിന് പകരം സർവശക്തിവാൻ കാണപ്പെടും. ഏതുപോലെ സ്ഥാപനയുടെ ആദിയിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സദാ ശ്രീകൃഷ്ണൻ കാണപ്പെടുമായിരുന്നു, അതേപോലെ കുട്ടികളായ നിങ്ങളിലൂടെ സർവശക്തിവാൻ കാണപ്പെടണം. സൂചന: ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ രാജയോഗി തപസ്വി സഹോദരി സഹോദരന്മാർ വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ വിശേഷ യോഗാഭ്യാസത്തിൻ്റെ സമയത്ത് തൻ്റെ പൂർവികൻ്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് കൽപ്പവൃക്ഷത്തിൻ്റെ വേരുകളിൽ ഇരുന്ന് മുഴുവൻ വൃക്ഷത്തിനും ശക്തിശാലി യോഗത്തിൻ്റെ ദാനം നൽകിക്കൊണ്ട് തൻ്റെ വംശാവലിയുടെ ദിവ്യ പാലന ചെയ്യണം. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ
അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാ ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു.
ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാബ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്.
ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളായി നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ
ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.